ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് നമ്മളൊരു കാസ്കേഡിങ് ബ്രൈഡൽ ബൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഇതിന് തൊട്ട് മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഒരു വെഡ്ഡിങ് ഗൗൺ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വെഡ്ഡിങ് ഗൗണിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ബൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ബ്രൈഡൽ മാസ്കും ബ്രൈഡൽ ഗ്ലൗസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മാസ്കും ഗ്ലൗസും ഒക്കെ നമ്മൾ ബ്രൈഡൽ ഇതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ആപ്ലിക് വർക്കും ലേസ് വർക്കും പിന്നെ ബീഡും ഒക്കെ ഒട്ടിക്കും. അതൊക്കെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. അല്ലാതെ വലിയ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരാനില്ല അതിനകത്ത്. അപ്പം ബൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് കാണിച്ചു തരാം. അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡിയ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് നമ്മുടെ ക്യാൻ നെറ്റ് ഉണ്ടല്ലോ, സ്റ്റിഫ് നെറ്റ്, ഈ ഡ്രസ്സ് ഗൗണിൻ്റെ ഒക്കെ അടിയിൽ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 2 ലെയർ സ്ക്വയർ പോർഷൻ എടുത്ത് വെച്ച് ഞാനതൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ നടുക്കത്തെ വശത്തും റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഞാൻ ഈ ഒരു നമ്മുടെ ബൊക്കെ ഹോൾഡറിലേക്ക് ഇരിക്കത്തക്ക രീതിയിലാണ് നടുക്ക് ഞാനൊരു കട്ടിട്ട് ബൊക്കെ ഹോൾഡറിലോട്ട് യോജിച്ചിരിക്കത്തക്ക രീതിയിൽ ഒരു കട്ടിട്ട് ഉറപ്പിച്ചു ഈ ഒരു ഷേപ്പിലാക്കി എടുത്തു. എന്നിട്ട് ഇതിൽ രണ്ടിലും ഞാൻ നമ്മുടെ സാറ്റിൻ തുണി വെച്ച് അറ്റാച്ച് ചെയ്യുക ചെയ്ത്, ഈ കാണുന്ന പോലെ സാറ്റിൻ തുണി വെച്ച് അറ്റാച്ച് ചെയ്തു ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തു. എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ അതിന് പോയില്ല. അതിന് പകരം ഞാൻ ലെഫ്റ്റ് ഓവർ ഫാബ്രിക് എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അത് വെച്ച് തന്നെ ചെയ്തെടുക്കാനാണ് നോക്കിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കൊരു കാസ്കേഡിങ് രീതിയിലാണ് ബൊക്കെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിച്ചം ഉണ്ടായിരുന്ന കുറച്ച് ആപ്ലിക് ചെയ്യാനുള്ള നെറ്റിൻ്റെ പോർഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ മുട്ടുസൂചിയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തൊരു ഹാങ്ങിങ് രീതിയിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ അത് തയ്ച്ചെടുത്തു. റൗണ്ടായിട്ട് തയ്ച്ചെടുക്കുക ചെയ്തത് ഞാനത്. അല്ലാതെ ഞാൻ കൈ കൊണ്ട് തയ്ക്കാൻ പോയില്ല. അപ്പോൾ തയ്ക്കുന്നതിന് മുന്നേ ഉള്ളൊരു വ്യൂ ആണിത്. എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് നോക്കിയതിന് ശേഷം ഞാനത് തയ്ച്ചതിന് ശേഷം ഇത് ഇനി നമുക്ക് ബൊക്കെ ഹോൾഡറിലോട്ട് യോജിപ്പിക്കണം. അപ്പം ഇപ്പോഴും ഒരു ഫുൾനെസ് തോന്നാത്തതുകൊണ്ട് ഞാൻ ബൊക്കെ ഹോൾഡറിൽ ബൊക്കെ ഹോൾഡറിൽ ഞാൻ ഓൾറെഡി തന്നെ ഫോം ഫ്ലവേഴ്സ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നോർമലി വാങ്ങിക്കാൻ കിട്ടുന്ന ഫോം ഫ്ലവേഴ്സ് തന്നെയാണ്. അത് ഒരു ഇടയ്ക്കൊന്നും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഒട്ടിച്ചല്ല അതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. അത് കഴിഞ്ഞ് താഴത്തെ പോർഷനിൽ ഒരു ഫുൾനെസ് തോന്നാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മിച്ചം ഉണ്ടായിരുന്ന നെറ്റൂടെ ഞാൻ ഈ കാണുന്ന രീതിയിൽ റിബൺ പോലെ അതിൽ കെട്ടിയതിന് ശേഷമാണ് നമ്മുടെ ഈ ഉണ്ടാക്കിയ ഫ്രെയിം ഈ കാണുന്ന രീതിയിൽ ഗ്ലൂഗൺ വെച്ച് അതിൻ്റെ ചുറ്റും ഞാൻ ഗ്ലൂഗൺ വെച്ച് അറ്റാച്ച് ചെയ്തത്. അപ്പോൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഈ നമ്മൾ അവിടെ കെട്ടിവെച്ച നെറ്റിലെല്ലാം ചെയ്തത് ബീഡെല്ലാം ഒന്ന് ഒട്ടിച്ചു. നമ്മുടെ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ബീഡെല്ലാം ഒന്ന് ഒട്ടിച്ച് ഇച്ചിരി ഭംഗിയാക്കി എടുത്തു. അതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഈ ഗ്ലൂഗൺ വെച്ച് ഒന്നുകൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യും. പിന്നെ ഒരു ലേസും അതുപോലെ തന്നെ ഒരു നെറ്റിൻ്റെ ഒരു ചെറിയ പോർഷൻ വെച്ച് ബാക്ക് സൈഡിലും കൂടെ ഒന്ന് കെട്ടി അവിടെയും ഗ്ലൂഗൺ വെച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതൊരു കാരണവശാലും ഈ ഒരു ബൊക്കെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ബൊക്കെ ചെയ്യാനായിട്ട് ചെയ്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം.